പ്രിയമുള്ളവരെ, കർത്താവായ ദൈവത്തിൻ്റെ തിരുഹൃദയ വണക്കമാസത്തിൻ്റെ 10-ാം ദിനത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു. ഒരു സ്നേഹം മഴ പോലെ പെയ്തിറങ്ങിയ 10 ദിനങ്ങൾ, ദൈവത്തെ അടുത്തറിയുവാൻ നമ്മെ ഉപകാരപ്പെടുത്തിയ പ്രാർത്ഥനകൾ. തുടരാം ഈ പ്രാർത്ഥനകൾ ഇനിയും ഇനിയും. ഈശോയുടെ തിരുഹൃദയത്തിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ അധ്വാനങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ എന്നുവേണ്ട എല്ലാ ആകുലതകളും സന്തോഷത്തോടെ സഹിക്കുകയാണെങ്കിൽ ഏറ്റവും ലഘുവായ പ്രവൃത്തികൾ കൂടെയും ദൈവസന്നിധിയിൽ വിലയുള്ളതായി തീരുകയും സ്വർഗരാജ്യത്തിൽ വലുതായ സമ്മാനത്തിന് നാം അർഹരായി ഭവിക്കുകയും ചെയ്യുമായിരുന്നു. ഈശോയുടെ ജീവിതകാലത്ത് അവിടുത്തെ പ്രവൃത്തികൾ എപ്രകാരമായിരുന്നുവെന്ന് ദിവ്യവചനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എൻ്റെ പ്രശസ്തി ഞാൻ ആഗ്രഹിക്കുന്നില്ല, പിന്നെയോ എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെ മഹിമ മാത്രമാണ്. ഞാൻ സ്വയം പുകഴ്ത്തുന്നു എങ്കിൽ എനിക്ക് യാതൊരു മഹത്വവും ഇല്ല. എൻ്റെ പിതാവിന് ഇഷ്ടമുള്ളത് മാത്രം ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മിശിഹായുടെ തിരുഹൃദയത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കൾ അവരുടെ പ്രവൃത്തിയിലും ചിന്തയിലും എപ്പോഴും ദൈവസ്തുതിയും അവിടത്തോട് ഇഷ്ടവും മാത്രം അന്വേഷിക്കണം. കൃപയുള്ള കർത്താവേ, ദേവപിതാവിൻ്റെ മഹിമയായ ഈശോയെ, അങ്ങേ ജീവിതകാലത്ത് ചെയ്ത എല്ലാ പ്രവൃത്തികളും നിത്യപിതാവിൻ്റെ സ്തുതിക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സമർപ്പിക്കുകയുണ്ടായി. പാപിയായ ഞാൻ എൻ്റെ പ്രവൃത്തികളൊക്കെയിലും സ്വന്തം ബഹുമാനവും മനുഷ്യസ്തുതിയും ഇന്നുവരെ ആഗ്രഹിച്ച് പ്രവർത്തിച്ചു വന്നത് വാസ്തവം തന്നെ. ഇനി അവശേഷിക്കുന്ന എൻ്റെ ജീവിതകാലത്തിൽ ചെയ്യുന്ന അധ്വാനങ്ങൾ, ദുഃഖാനർത്ഥങ്ങൾ എന്നിവയെല്ലാം അങ്ങേ പിതാവിൻ്റെ സ്തുതിക്കായി ചെയ്യുവാൻ സന്നദ്ധനായിരിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കുവാൻ ശക്തി തരയണമേ. ആമേൻ. തിരുഹൃദയ പ്രാർത്ഥന. കർത്താവേ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ്റെ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. ദൈവത്തെ സ്നേഹിക്കാതെ ഒരു നിമിഷവും ഞാൻ ജീവിക്കുകയില്ല. സ്നേഹിക്കുന്നവൻ സഹിക്കുന്നുമില്ല, അഥവാ സഹിക്കുന്നുവെങ്കിൽ ആ സഹനത്തെ സ്നേഹിക്കുന്നു. വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകളാണിത്. പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവരെയും പരസ്പരം നമുക്ക് സ്നേഹിക്കാൻ പഠിക്കണം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ പ്രാർത്ഥനയും ധ്യാനവും ഹൃദയ പരിവർത്തനത്തിന് വഴികാട്ടിയാണ്. ആരും ഒറ്റയ്ക്ക് രക്ഷപ്പെടുന്നില്ല. നാം പരസ്പരം ബന്ധപ്പെട്ടവരും പരസ്പര ആശ്രിതരുമായിരുന്നതിനാൽ നമുക്ക് ഒരുമിച്ച് മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കൂ. പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും സ്നേഹം, ദയ, കരുണ, ക്ഷമ, ബഹുമാനം, മറ്റുള്ളവരോടും ഭൂമിയോടുമുള്ള കരുതൽ എന്നിവ വളർത്താൻ കഴിവുണ്ടെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്.